സിനിമയുടെ തുടക്കത്തിൽ ഒരു ട്രെയിൻ പോകുന്നത് കാണുന്നു. പിന്നീട് അതിൻ്റെ ഉള്ളിലുള്ള ഹീറോനെയാണ് കാണുന്നത്. ഹീറോ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെയുള്ള ഒരാളോട് ചോദിക്കുവാണ്, ആൻ്റണി എന്ന് പറയുന്ന ഒരാളെ അറിയാവോ? അവരെന്നെ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മറുപടിയൊന്നും പറയുന്നില്ല. പിന്നീട് ഹീറോ ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ കൈകൊണ്ട് മറുപടി പറയുകയാണ് അങ്ങോട്ടാണെന്ന്. അപ്പോൾ ഹീറോ ആ ബാത്റൂമിലേക്ക് പോകുന്നു. ഇപ്പോൾ ഹീറോ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആ ആൻ്റണി എന്ന് പറയുന്ന ആൾ പുറത്ത് വന്നിട്ട് പറയുന്നു, വേഗം വാ, നമുക്കിപ്പം തന്നെ കോമ്പൗണ്ടിലേക്ക് പോകണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഹീറോ പുറത്തു വരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിൽ നിന്നും കുറേ വെള്ളം കുടിക്കുകയാണ്. അവൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറേ നാളായി. അവിടെ ഉള്ള സ്ഥലം മരുഭൂമി പോലെ ആവുകയാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹീറോ കോമ്പൗണ്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവനും ആൻ്റണിയും കൂടി ഇപ്പോൾ കോമ്പൗണ്ടിലേക്ക് പോവുകയാണ്. അവൻ ആൻ്റണിക്ക് കുറച്ച് പണമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയൊക്കെ അവർ സംസാരിച്ചിരിക്കുകയാണ്. പിന്നീട് ഹീറോ വണ്ടിയിലുള്ള AC ഓണാക്കാൻ നോക്കുമ്പോൾ ആൻ്റണി അവനെ തടയുന്നു. AC ഓണാക്കിയാൽ ഓവർ ഹീറ്റാവും, വണ്ടി അവിടെ നിന്ന് പോകുമെന്ന് പറയുന്നു. പിന്നീട് കാണുന്നത് അവരുടെ വണ്ടി ഒരു സ്ഥലത്ത് പഞ്ചറായി കിടക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോ ആണ് ആ ടയറൊക്കെ മാറ്റുന്നത്. അപ്പോൾ ആൻ്റണി അവനോട് ചോദിക്കുന്നു, എന്തെങ്കിലും സഹായം വേണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന്. അപ്പോൾ അവർ രണ്ട് നായകൾ തല്ലുണ്ടാക്കുന്നത് കാണുകയാണ്. തല്ലുണ്ടാക്കുന്നതിനിടയിൽ രണ്ട് നായകളിൽ ഒരു നായക്ക് നല്ല പരിക്ക് പറ്റുകയാണ്. അപ്പോൾ ആൻ്റണി അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ഒരു നായയെ ഓടിക്കുകയാണ്. പിന്നീട് മറ്റേ നായയെ കല്ലെടുത്ത് തലക്കടിച്ച് കൊല്ലുന്നു. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും അവരുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ ഇപ്പോൾ രാത്രിയായി. അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ആൻ്റണി നമ്മുടെ ഹീറോൻ്റെയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കോമ്പൗണ്ടിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ ഹീറോ ഒരു പേപ്പർ കാണിച്ചിട്ട് പറയുന്നു, ഇത് കാരണമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവിടേക്ക് പോയാൽ ഉറപ്പായും രക്ഷപ്പെടാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഒരു രാത്രി അവരവിടെ കഴിയുന്നു. ഇപ്പോൾ പിറ്റേ ദിവസമായി. ഹീറോ ആണിപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ അവൻ നോക്കുമ്പോൾ ആൻ്റണി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൻ വണ്ടിയിലുള്ള AC ഓണാക്കാൻ നോക്കുന്നു. അങ്ങനെ AC ഓണാക്കിയതും വണ്ടി ഓവർ ഹീറ്റായി എൻജിനൊക്കെ പുക വന്ന് വണ്ടി ഒരു സ്ഥലത്ത് നിന്ന് പോവുകയാണ്. ഇപ്പോൾ ആൻ്റണി പുറത്തു വന്നിട്ട് ഹീറോയെ വഴക്ക് പറയുകയാണ്. അങ്ങനെ ഹീറോ സോറി എന്ന് പറയുന്നു. എന്നിട്ട് ഹീറോ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ അതിനിടയിൽ ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് കല്ലൊക്കെ കൂട്ടിയിട്ടത് കാണുന്നു. അങ്ങോട്ട് എന്തോ സംശയം തോന്നി ഹീറോ പോയതും ഒരു സ്വർണം പോലെ എന്തോ കാണുകയാണ്. അങ്ങനെ ആൻ്റണിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവർ അത് സ്വർണമാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവർക്ക് ഉറപ്പായി അത് സ്വർണമാണെന്ന്. ഇപ്പോൾ അവർ രണ്ടുപേരും പറയുന്നു, നമ്മൾ രക്ഷപ്പെട്ടു, ഈ സ്വർണം കിട്ടിയാൽ നമ്മൾ ഉറപ്പായും രക്ഷപ്പെടുമെന്ന് പറയുന്നു. പിന്നീട് അവർ ആ സ്വർണത്തിന് ചുറ്റും കുയ്യൊക്കെ എടുത്ത് അതെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ അവരുടെ വണ്ടി വെച്ച് ആ സ്വർണം എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതും പരാജയപ്പെട്ടു. ഇപ്പോൾ സമയം ഒരുപാട് വൈകി, രാത്രി ആവാൻ തുടങ്ങി. അങ്ങനെ ആൻ്റണിയും ഹീറോയും കൂടി കുറച്ച് വിറക് കൊള്ളികളൊക്കെ എടുത്തിട്ട് ക്യാമ്പ് ഫയർ ഇട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവർ പറയുകയാണ്, നമ്മൾ എന്തായാലും ഈ സ്വർണം ഇവിടെ ഉപേക്ഷിച്ച് പോകരുത്. ഇത് കിട്ടിയത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. ഞാൻ എന്തെങ്കിലും ഉപകരണം ഉണ്ടോ എന്ന് നാട്ടിൽ പോയി നോക്കാം. നീ ഇവിടെ നിൽക്കണം. ഞാനൊരു 5-10 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തും. അതുവരെ നീ ഇവിടെ നിൽക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവരവിടെ കഴിയുന്നു. പിന്നീട് പിറ്റേ ദിവസമായി. ആൻ്റണി അവൻ്റെ വണ്ടിയിൽ നിന്നും ഹീറോന് കുറച്ച് ദിവസം നിൽക്കേണ്ട സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് ആൻ്റണി ഉപകരണങ്ങൾ നോക്കാൻ വണ്ടിയുമെടുത്ത് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ അവിടെ ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് ടെൻറ്റ് പോലെ കെട്ടുന്നു. പിന്നീട് അവൻ രാത്രി കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിറക് കൊള്ളികളൊക്കെ എടുത്തു വരുന്നു. എന്നിട്ട് അവൻ്റെ നമ്മുടെ ആൻ്റണി കൊടുത്ത സാറ്റലൈറ്റ് ഫോണിന് റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ രാത്രിയായി. അവൻ തീയൊക്കെ കത്തിച്ച് അവിടെ നിൽക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസമായി. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ്റെ ഫോണിൽ നിന്നും റിങ് ചെയ്യുകയാണ്. അങ്ങനെ അവൻ ഓടി അതിൻ്റെ അടുക്ക് എത്തുമ്പോഴേക്കും ആ ഫോണ് കട്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ വിറകുകൾ കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ നടന്നു പോവുകയാണ്. അങ്ങനെ അവൻ പോകുന്നതിനിടയിൽ ഒരു കാഴ്ച കാണുകയാണ്. അതായത് ഒരു പൊട്ടിത്തകർന്നൊരു വിമാനം. അങ്ങനെ അവൻ ആ വിമാനത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. പിന്നീട് അതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. ഇപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ അധിക നേരം ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല, ആ സ്വർണത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഓരോ പാർട്സ് ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ആദ്യം ഒരു പാർട്സും എടുത്ത് അവൻ്റെ ആദ്യത്തെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണിപ്പോൾ.
ഇപ്പോൾ അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവൻ വെറും വെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ അവനൊരു ഐഡിയ തോന്നുകയാണ്, മുഴുവനായി ആ സ്വർണം എടുക്കാതെ പകുതി പകുതി എടുക്കാമെന്ന്. എന്നിട്ട് ആ സ്വർണം ഒരു കല്ല് വെച്ച് പൊട്ടിച്ചിട്ട് പകുതി എടുക്കുന്നു. എന്നിട്ട് അവനത് അവൻ്റെ ടെൻറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ ഫോൺ എടുത്തിട്ട് ആൻ്റണിയെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമുക്ക് ഒരു പകുതി സ്വർണം കിട്ടിയിട്ടുണ്ട്, അത് മതിയാകില്ലേ എന്ന് പറയുന്നു. അപ്പോൾ ആൻ്റണി പറയുകയാണ്, അത് മതിയാകില്ല, നമുക്കത് മുഴുവനായി എടുക്കണമെന്ന്. ഞാൻ ഉടൻ തന്നെ എത്തും, എൻ്റെ വണ്ടി ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണെന്ന് പറയുന്നു. അതിനുശേഷം അവൻ തുടർന്നുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണ്. എന്നാൽ അങ്ങോട്ട് പോകുന്തോറും കഠിനമായി വരികയാണ്. അങ്ങനെ ഒരു രാത്രി അവന് ചുറ്റും നായകൾ കൂടാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഒരു വിറക് കൊള്ളിയെടുത്ത് അത് കത്തിച്ച് ആ നായകളെ തുരത്തുന്നു. പിന്നീട് ഒരു ദിവസം അവൻ വെള്ളം കുടിക്കുന്നതിനിടയിൽ അവൻ്റെ സൈഡിൽ ഒരു പാമ്പിനെ കാണുകയാണ്. അപ്പോൾ അവൻ വിചാരിക്കുന്നു, പാമ്പിനെ കൊന്ന് തിന്നാമെന്ന്. അവൻ കുറേയായി ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതിന് നേരെ തിരിഞ്ഞതും അത് ഓടിക്കളഞ്ഞു. എന്നാൽ അവനൊരു തെറ്റുപറ്റി. ആ പാമ്പിനെ കൊല്ലുന്നതിനിടയിൽ അവൻ്റെ കയ്യിലുള്ള വെള്ളം മറിഞ്ഞു പോവുകയാണ്. അവനാകെ വെള്ളം കുടിച്ചായിരുന്നു ജീവിക്കുന്നത്. ഇപ്പോൾ ആ വെള്ളവും മറിഞ്ഞു പോയിരിക്കുകയാണ്. പിന്നീട് അവൻ തകർന്ന വിമാനത്തിനടുത്ത് പോയിട്ട് അതിൻ്റെ പാർട്സൊക്കെ കളക്ട് ചെയ്യും. അപ്പോൾ ആരോ അങ്ങ് ദൂരെ നിന്ന് വരുന്നത് അവൻ കാണുകയാണ്. അവരെ കണ്ടതും അവൻ ആ വിമാനത്തിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അവനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവനോട് ചോദിക്കുന്നു, നിനക്ക് ഭക്ഷണമോ വെള്ളമോ വേണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു വേണ്ട എന്ന്. കാരണം ആ സ്വർണത്തെ പറ്റി ഇവരറിഞ്ഞാൽ അവർ കൊണ്ടുപോകുമെന്ന് പേടിയുള്ളത് കൊണ്ടാണ്. അങ്ങനെ അവൻ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഇവർ അവനെ വിടാണ്ട് പിന്തുടരുകയാണ്. അങ്ങനെ അവനോട് ചോദിക്കുവാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത്, എങ്ങനെയാ വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, എൻ്റെ ടെൻ്റ് അങ്ങോട്ടാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നതാണെന്ന്. അങ്ങനെ അവൻ അവിടേക്ക് നടന്നു പോകുമ്പോൾ അവർ അവൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ്റെ ടെൻറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ് അവനെ പിന്തുടർന്ന്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷവ്വൽ എടുത്തിട്ട് അവരെ അടിച്ച് കൊല്ലുകയാണ്. അങ്ങനെ അവർ മരിച്ചെന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം അവിടെ ഒരു കുഴി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവരെ ആ കുഴിയിലിട്ട് മൂടുന്നു. അങ്ങനെ അവൻ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ മൊത്തം നായകൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവൻ ആ കുഴിയിൽ നിന്നും അവരെ എടുത്ത് കത്തിക്കുകയാണ് വിറകൊക്കെ വെച്ചിട്ട്. അതിനുശേഷം അവൻ ആൻ്റണിയെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വേഗം വരണം, എൻ്റെ അവസ്ഥ വളരെ മോശമായി തുടങ്ങുന്നു, എനിക്കിവിടെ വെള്ളമൊന്നുമില്ല, നിങ്ങൾ വേഗം തന്നെ ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ ആൻ്റണി പറയും, വണ്ടി ഓവർ ഹീറ്റായിട്ടൊരു സ്ഥലത്ത് നിന്നു പോയതാണെന്ന്. അങ്ങനെ അവൻ നോക്കുമ്പോൾ ഒരു ട്രക്ക് വരികയാണ്. അപ്പോൾ അത് കണ്ടതും അവൻ്റെ ബാഗൊക്കെ എടുത്ത് പുറകിൽ ഒളിച്ച് നിൽക്കുകയാണ്. പിന്നീട് ആ ട്രക്ക് അവിടെ നിന്നും പോകുന്നു. എന്നിട്ട് അവൻ വിറക് എടുക്കുകയാണ്. പിന്നീട് അവൻ്റെ ടെൻറ്റിനടുത്ത് വന്നപ്പോൾ ഒരു ഭീകരമായ കാറ്റടിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ്, മണലൊക്കെ പാറി പറക്കുകയാണ്. എന്നിട്ട് അവൻ്റെ കണ്ണിലൊക്കെയായി അവന് കണ്ണൊന്നും ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഇപ്പോൾ അത് പിറ്റേന്നായി അവൻ എണീച്ച് നോക്കുമ്പോൾ അവനൊരു മണൽക്കൂട്ടത്തിനുള്ളിലാണ്. അവൻ്റെ ശരീരത്തിലൊരു കൊമ്പ് തറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ആ സ്വർണം എവിടെയെന്നും നോക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ സ്വർണം അവൻ കുറേ തിരഞ്ഞ് ആ സ്വർണം അവിടെ നിന്നും കണ്ടുപിടിക്കും. അപ്പോൾ അവനൊരാശ്വാസമായിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ വയറിൽ കുടുങ്ങിയ കമ്പ് മെല്ലെ മെല്ലെ വലിച്ചെടുക്കുകയാണ്. അത് വലിച്ചെടുത്തതും അവനൊന്ന് മയങ്ങിപ്പോവുകയാണ്. പിന്നീട് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നേരത്തെ വന്നൊരു വയസ്സായ സ്ത്രീയില്ലേ, അവരെ പോലെയുള്ള ഒരാൾ വരികയാണ്. എന്നിട്ട് അവന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഹീറോ എഴുന്നേറ്റ് അവരെ കാണാത്തത് കൊണ്ട് അവിടെയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഹീറോൻ്റെ ഫോണിൽ നിന്നും റിങ് ചെയ്യുകയാണ്. അത് നമ്മുടെ ആൻ്റണിയാണ് വിളിക്കുന്നത്. അപ്പോൾ ആൻ്റണി ചോദിക്കുവാണ്, ഞാൻ വേഗം വരാം, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ഹീറോ പറയും, നീ വേഗം വരണം. എന്നിട്ട് ഇവരുടെ കാര്യമൊക്കെ പറയുകയാണ്. അതായത് ആ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് ആ സ്ത്രീയെ അവൻ മുന്നിൽ കാണുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, വെള്ളം വേണോ എന്ന്. അതിനുശേഷം അവർ പറയും, നേരത്തെ ഇവിടെ എന്നെപ്പോലെയുള്ള ഒരാൾ വന്നിട്ടില്ലേ, അതെൻ്റെ സിസ്റ്ററാണെന്ന്. അങ്ങനെ അത് കേട്ടതും അവരോട് പറഞ്ഞു അവിടെ നിന്നും പോകാൻ. പിന്നീട് ആ സീൻ കട്ടായിട്ട് അവൻ ആൻ്റണിയെ വിളിക്കുകയാണ്. അപ്പോൾ ആൻ്റണി പറയും, ഞാൻ വേഗം വരുന്നു, ഇതാ എത്തി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അവന് ചുറ്റും ഇപ്പോൾ നായകൾ കൂടിയിരിക്കുകയാണ്. അങ്ങനെ അവൻ അതിനെയൊക്കെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതവിടുന്ന് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കണ്ട് ആൻ്റണി നിൽക്കുന്നുണ്ടായിരുന്നു. ആൻ്റണി ഒരു ചതിയനായിരുന്നു. അവൻ മരിച്ചതിന് ശേഷം അവൻ ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടിയാണ് ആൻ്റണി ഇങ്ങനെ ചെയ്യുന്നത്. ഹീറോനെ നായകൾ ആക്രമിക്കുന്നത് അവൻ കാണുന്നു. എന്നാൽ അവനൊന്നും പ്രതികരിക്കുന്നൊന്നും. എന്നാൽ ഹീറോ ഇപ്പോൾ നായകളുടെ ആക്രമണത്താൽ മരിച്ചു പോവുകയാണ്.
അങ്ങനെ ഇപ്പോൾ അവൻ മരിച്ചതിന് ശേഷം ആൻ്റണി ആ സ്വർണം എടുക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അവൻ അവൻ്റെ വണ്ടിയും എടുത്ത് ആ സ്വർണമുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് പുറത്തിറങ്ങി ആ സ്വർണത്തിൽ നോക്കുമ്പോൾ പെട്ടെന്നൊരു അമ്പ് വന്ന് അവൻ്റെ നെഞ്ചത്ത് തറയ്ക്കുകയാണ്. ഇത് വെച്ചത് ആ സ്ത്രീയാണ്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.